എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ന്യൂ ഇയർ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുക എന്നുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാതും ഒന്ന് കവർ ചെയ്തിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എന്തെടുക്കുകയാണ്, ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള എന്താ പറയുക നമ്മളുടെ പരിപാടീസൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും ആഘോഷിക്കാം എന്നുള്ള പ്ലാനിലാണ്. എന്താ പറയുക, ഒന്നുമില്ല, വലിയ കാര്യമായിട്ടുള്ള ആഘോഷമൊന്നുമല്ല കേട്ടോ. നമ്മൾ ചെറുതായിട്ട് നമ്മൾ തന്നെ പിരിവിട്ട് നമ്മൾ തന്നെ ഫുഡ് വാങ്ങിച്ചു, പാട്ടുകൾ വെച്ച് കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ കുഞ്ഞൊരു സെലിബ്രേഷൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ആകുമ്പോഴാണ് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ 10 മണിക്ക് ശേഷമുള്ള ടൈമിൽ മതി എന്നുള്ളത്. കാരണം നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ 12 മണി ആ ടൈമിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ കറക്റ്റായിട്ട് എല്ലാം എത്ര നിങ്ങൾ പറഞ്ഞ അത്ര ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പെരി പെരി മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും സെപ്പറേറ്റ് ആയിട്ട് ക്വാർട്ടർ അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സംഭവം നമ്മൾ പറഞ്ഞൊക്കെ ഉണ്ട്, നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടാണ് ഇവരെ നമ്പർ എടുത്ത ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരോ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അറിയുന്നത് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കൊടുന്ന് തരാം. നമ്മളടുത്തൊന്നും അങ്ങനെ ഇല്ല, നല്ലതൊന്നും ഇല്ല കേട്ടോ. അപ്പം കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊടുന്ന് തന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇത് കോപ്പറേറ്റ് ചെയ്തൊരു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് പാട്ടോട് കൂടിയിട്ടല്ലാണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒട്ടും രസമില്ല. അത് കാരണം ഞാൻ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതേ നമ്മൾ ഡാൻസ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. കൃത്യം 12 മണിക്ക് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെല്ലാവർക്കും കേക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഈ ഒരു ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഫുഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ന്യൂ ഇയർ, ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ നല്ല ദിവസങ്ങളാവട്ടെ. എല്ലാവരുടെയും നല്ല അടിപൊളി എല്ലാം പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള നല്ലൊരു വർഷം തന്നെ ആവട്ടെ ഈ ഒരു 2025 എന്നുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ പെരി പെരി മന്തിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ക്യാഷ് നമ്മൾ പിരിവിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഇങ്ങനെ ക്യാഷ് പിരിവിട്ട് ചെയ്യുന്ന സമയത്ത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അവരും പറയും കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് മോശമല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് അടക്കം നമുക്ക് ആദ്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. അതേപോലെ നമ്മുടെ കേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും വാങ്ങിക്കാറുള്ള കേക്ക് സ്റ്റോറിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതും അടിപൊളിയായിരുന്നു. ഇതിനപ്പം ഇങ്ങനെ കേട്ടോ ഹലോ. അപ്പോൾ ഇതേ നമ്മളുടെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും വീട്ടിലേക്കൊക്കെ പോയിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. എല്ലാവരുടെയും തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊന്ന് കേൾക്കട്ടെ. നല്ല ഒരു രസമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പുതിയ തീരുമാനങ്ങളും അതേപോലെ തന്നെ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിൽ നിങ്ങൾ ഇതുവരെയായിട്ടും അംഗമായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാം കേട്ടോ. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുകരുത് കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ വർഷത്തിലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.